തീവ്രമായ ദുഃഖം, തീവ്രമായ പ്രണയം, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ടതല്ല. ഇപ്പം എൻ്റെ സിനിമയിലെ ബാലഗോപാലനായാലും അല്ലെങ്കിൽ പ്രകാശനായാലും ആരായാലും അതിൽ പ്രണയം പറയുന്നൊന്നും വാക്കുകൾ കൊണ്ട് പ്രണയം പറയാതെ തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നു. ഇപ്പൊ സന്മനസ്സുള്ള സമാജത്തിൽ രണ്ട് ശത്രുക്കളാണ് അവർ രണ്ടാളും, മോഹൻലാലും മീരയും. ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരാണ് ഹീറോയിൻസ്. വെരി എൻഡിൽ അത് കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുപോലെ നമുക്ക് പറയാതെ പറയുന്ന പ്രണയം ഒരു സൗന്ദര്യമുള്ളതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും അത് പറയാല്ല. അപ്പൊ ഈ ഭയങ്കരമായ വൈരാഗ്യം അത് പറഞ്ഞു തീർക്കണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ബിഹേവ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഒരാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അത് ഈ ലൗഡായിട്ടും പറയാൻ കഴിയാം, അല്ലാതെയും പറയാം. ഞാൻ അല്ലാത്തൊരു രീതിയാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് ഒരു ശാന്തമായ പ്രകൃതി രൂപം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകള് ഈ പറഞ്ഞ പോലെ സേഫായ റൂട്ടിലൂടെ ബസ് ഓടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. കാര്യം ഞാൻ ആ റൂട്ടിൽ സേഫ് ആണല്ലോ. എന്റെ ബസ്സിൽ കയറുന്നവരും സേഫ് ആണല്ലോ.